മിഥുൻ ഒരു ചെറിയ ആക്സിഡന്റ് നടക്കും പോലെ ചെയ്ത് അത് മേഘന് കാരണമാണെന്ന് വരുത്തി തീർത്ത് എല്ലാവരുടെ മനസ്സിലൊരു വെറുപ്പുണ്ടാക്കാനും ശ്രമിച്ചു. അങ്ങനെ വരുമ്പോ മറ്റുള്ളവരുടെ മനസ്സിൽ മേഘനയുടെ ഇപ്പോഴത്തെ സ്ഥാനം മാറിക്കിട്ടുമല്ലോ. പക്ഷെ എന്റെ പ്ലാൻ കറങ്ങി തിരിഞ്ഞ് മേഘനയുടെ ജീവൻ അപകടം വരുത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആന്റി. ഇതായിപ്പോ നന്നായി. പേരയില് ഓരോ ഓല കത്തിക്കാൻ പോയവള് മൊത്തം പേരയും കത്തിച്ചിട്ട് വന്ന പോലെ നീ ചെറിയൊരു അപകടം പ്ലാൻ ചെയ്തപ്പോ അതിപ്പോ മേഘനയുടെ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചിരിക്കല്ലേ. എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും പരമാവധി സൂക്ഷിക്കണ്ടേ മഞ്ജരി? ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലോ ആന്റി. സത്യത്തിൽ അത്രയും വലിയൊരു അപകടം സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചതല്ല. അല്ലെങ്കിൽ തന്നെ അവളെന്തിനാ അങ്ങോട്ട് വരണം? മേഘന അങ്ങോട്ടേക്ക് വരാതിരുന്നാ മതിയായിരുന്നു. വന്നതോ പോട്ടെ, ഇപ്പോ മിഥുന് പകരം അവള് ജീവൻ കൊടുത്തിരിക്കുക. കഷ്ടകാലം തലേ കയറി തളം ചവിട്ടിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. തിന്നു മുടിച്ച് വീട്ടിലെങ്ങാനും അടങ്ങിയിരിക്കാനുള്ളതിന് എല്ലാം എന്റെ തലേ കൂടെ ഓടി നിന്നുള്ള ഭാവമല്ലേ അവക്ക്. തലയ്ക്ക് ഒരു വെളിവില്ലാത്ത സാധനം അവള്. അതുകൊണ്ട് തന്നെയാ ഇപ്പൊ ഇങ്ങനെ മരണക്കിടക്കെ കിടക്കുന്നത്. അതൊക്കെ അവിടെ നിക്കട്ടെ ആന്റി. ഇനിയിതിപ്പോ എന്തിനു നടന്നു എങ്ങനെ നടന്നു എന്നൊക്കെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ എന്റെ ജാതകം തൊട്ട് എല്ലാം പുറത്തു വരും, ഉറപ്പാ. അതാ ഇപ്പൊ എന്നെ പേടിപ്പിക്കുന്നേ. ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞ പിന്നെ മിഥുൻ എനിക്ക് എന്നേക്കായി നഷ്ടപ്പെടും. ആ മേഘനെ ചത്താലും മിഥുനെ കല്യാണം കഴിക്കില്ല. അങ്ങനെ വല്ലതും ഉണ്ടായ ഇത്രയും കാലത്തെ എന്റെ കഷ്ടപ്പാടുകളെല്ലാം സമുദ്രത്തെ കൊണ്ട് കലക്കി ഉപ്പ് പോലെ ആയി തീരും. ഇതിന്റെ പുറകെ ഞാനാണെന്ന് ഒരു കാരണവശാലും ആരും അറിയാൻ പാടില്ല ആന്റി. നീ ഇപ്പൊ എന്താ പറഞ്ഞ മഞ്ജരി? അല്ല വിവേക്, അത് ഇതിന് കാരണം നീ ആയിരുന്നല്ലേ? മനഃപൂർവ്വം നീ ഒരുക്കിയ പ്ലാൻ ആയിരുന്നല്ലേ? തുറന്ന് പറ മഞ്ജരി, എന്തിനാ ഇതിനെല്ലാം കാരണം നീയാണെന്ന് പറഞ്ഞത്? അപ്പോ വിവേക് മൊത്തം കേട്ടിട്ടില്ല. ചോദിച്ചത് കേട്ടില്ലേ മഞ്ജരി? എന്താന്നാ പറയാ, കുറച്ചുകൂടെ നേരത്തെ മേഘനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. ഞാൻ കാരണം അത് ലേറ്റ് ആയത്. അതാ വിവേക് ഇപ്പൊ എന്റെ വിഷമം. മേഘനയ്ക്ക് വല്ലതും പറ്റിയോ എന്നുള്ള പേടിയാടാ എനിക്ക്. അല്ലാണ്ട് ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? സത്യമായിട്ടും വേറെ ഒന്നുമില്ലല്ലോ. ഈ പറഞ്ഞ കഥയ്ക്ക് ഇനി മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്ന് പോ വിവേക്. മേഘനയോട് എനിക്ക് ദേഷ്യമുണ്ടെന്നുള്ളത് ശരിയാണ്, അത് ഞാൻ ഒരിക്കലും നിരസിക്കുന്നുമില്ല. പക്ഷേ മേഘനെ എന്തെങ്കിലും ചെയ്ത് കൊന്നു കളയാനുള്ള മനസ്സൊന്നും എനിക്കില്ല. എന്നെക്കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോടാ. എന്നെ കണ്ടിട്ട് അത്രയ്ക്ക് ക്രൂരയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഏട്ടത്തിക്ക് വല്ലതും പറ്റുമെന്നുള്ള പേടി കൊണ്ടാ മഞ്ജരി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. നീ വേറൊന്നും വിചാരിക്കല്ലേ. മഞ്ജരി, സംസാരിക്കുമ്പോ ചുറ്റൊന്ന് നോക്കിക്കൂടെ? നിന്റെ നാവന് ഒരു ലൈസൻസും ഇല്ല. അവനെങ്ങാനും നീ പറയുന്ന കേട്ടിരുന്നെങ്കിൽ പിന്നെ അത് മതിയായിരുന്നു. ഈശ്വര, മേഘനയ്ക്ക് ഒന്നും പറ്റാതെ പുറത്തു വരണേ. എന്നാലേ ക്വാറിയിൽ നടന്ന ആക്സിഡന്റിനെ കുറിച്ച് ആരും ചിന്തിക്കാതിരിക്കൂ, അതിന്റെ പുറകെ പോകാതിരിക്കൂ. അവൾക്ക് വല്ലതും സീരിയസ് ആയി സംഭവിച്ച
ഞാൻ പിടിപെടും. എന്നെ രക്ഷിക്കണേ ദൈവമേ. സിസ്റ്റർ, ഇവർക്ക് നല്ല ബ്ലഡ് ലോസ് ഉണ്ട്. പെട്ടെന്ന് ബ്ലഡ് കയറ്റണം. ഡോക്ടർ, ഹോസ്പിറ്റലിൽ ഇപ്പോ എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഇല്ല ഡോക്ടർ. ഓ മൈ ഗോഡ്, ഇതിവിടുത്തെ ബ്ലഡ് ബാങ്കില് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയത്. എത്രയും പെട്ടെന്ന് ഇവർക്ക് ബ്ലഡ് കയറ്റിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലോ. ഡോക്ടർ, ഇപ്പൊ അവക്ക് എങ്ങനെയുണ്ട്? ബോധം തെളിഞ്ഞോ ഡോക്ടർ? ഇല്ല, തൽക്കാലത്തേക്ക് ബോധം വരുമെന്ന് തോന്നുന്നില്ല. നല്ല ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ബ്ലഡ് കയറ്റണം. ഇവിടെയാണെങ്കിൽ എ നെഗറ്റീവ് ബ്ലഡ് ഇല്ല താനും. നിങ്ങളുടെ ബന്ധത്തിൽ ആർക്കെങ്കിലും എ നെഗറ്റീവ് ബ്ലഡ് ഉണ്ടോന്ന് അന്വേഷിക്കുക. അവർ സമ്മതിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ബ്ലഡ് കയറ്റാൻ സാധിച്ചേക്കാം. അല്ലെങ്കിൽ ജീവൻ അപകടം. അരുണിമേ, നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവ് അല്ലേ? അതേട്ടാ. എന്നാ ചേച്ചിയുടെ എ നെഗറ്റീവ് ആണെങ്കിൽ ഉടനെ അതവക്ക് അങ്ങ് ഊറ്റി കൊടുക്കണം എന്നാണോ? മേഘനെ അകത്ത് സീരിയസ് ആയിട്ട് കിടക്കുക പ്രിയമതെ. ഈ സമയത്താണോ ശത്രുതയും ദേഷ്യമൊക്കെ കാണിക്കുന്നത്? ജയേട്ടൻ ചേച്ചിയുടെ പ്രായത്തെക്കുറിച്ചും കൂടി ഓർക്കണം. ഈ പ്രായത്തിൽ ചേച്ചി ബ്ലഡ് ഡൊണേഷന് പോയാ അത് ചേച്ചിയുടെ ആരോഗ്യത്തിനാ കേട്. അതെന്താ ജയേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത? മോം മോം എത്ര വലിയ വിവരക്കേടായി വിളിച്ചു പറയുന്നറിയോ? അവിടെ മേഘനടുത്ത് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ബ്ലഡ് കൊടുത്തില്ലെങ്കിൽ ജീവൻ അപകടമാണെന്ന് പറഞ്ഞ് പോയേ ഉള്ളൂ. ഈ സമയത്ത് ഈ ഡിസ്കഷന്റെ ആവശ്യമുണ്ടോ മോം? ഹേടാ വിവേക്, മേഘനെ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നത് പോലെ തന്നെയാ ഞാനും സ്നേഹിക്കുന്നതെന്ന് ഓർത്തോളണം. അല്ലാണ്ട് എനിക്കെന്താ അവളോട് ശത്രുത? പക്ഷേ ഇവിടെ ചേച്ചിയുടെ ആരോഗ്യത്തെ കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? നോ മോം, അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് 60 വയസ്സ് വരെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാമെന്നാ പറഞ്ഞിരിക്കുന്നത്. വല്യമ്മയ്ക്ക് അസുഖങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഈ പ്രായത്തിൽ രക്തദാനം ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രശ്നം? മോം വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തോണ്ടാ. ദൈവം സഹായിച്ച് ഇപ്പൊ എനിക്ക് യാതൊരു അസുഖവുമില്ല. ഞാൻ കാരണം മേഘനയുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ ഈ രക്തദാനത്തിന് ഞാൻ തയ്യാറാ പ്രിയമതി. ദയവ് ചെയ്ത് ഈ തർക്കം ഇവിടെ അങ്ങ് ഉപേക്ഷിക്കാം.
മോം ആർ യു ഓക്കെ? യാ ഐ എം ഓക്കെ മിഥുൻ. ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? കണ്ണു തുറന്നോ? ഇതുവരെയില്ല. കണ്ടീഷൻ കുറച്ച് കൂടുതൽ സീരിയസാ. എപ്പോഴാ ബോധം തെളിയാന്ന് പറയാൻ പറ്റില്ല. മേഘനയ്ക്ക് പറഞ്ഞ അനുസരണയില്ലല്ലോ. ഒരിടത്ത് അടങ്ങിയിരിക്കുകയില്ല. എല്ലാം തന്റെ തലയിൽ കൂടിയാ ഓടുന്നേന്നാ വിചാരം. എന്നിട്ട് എല്ലായിടത്തും കയറി ഓരോന്ന് ഒപ്പിച്ച് വെക്കുകയും ചെയ്യും. മോം എന്ത് സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മോം സംസാരിക്കുന്നത്? പറയാതിരിക്കാൻ പറ്റുന്നില്ലടാ. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞാലാണ് നല്ലത്. അതിന് മേഘനടുത്ത് എന്ത് തെറ്റിയതെന്നാ മോം? മേഘന എന്തിനാ ഇന്ന് ആ കോരയിലേക്ക് പോയതെന്നുള്ളത് ആദ്യം പറ. എന്താവശ്യമായിരുന്നു? എന്നിട്ട് എല്ലാവരുടെയും സമാധാനം നശിപ്പിച്ച് ഇവിടെ വന്ന് കിടക്കുക അവള്. വയറ് നിറച്ച് തിന്നു മുടിച്ചിട്ട് ഒരു മൂലയിലിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഉദ്യോഗത്തിന് പോണം, മുതലാളിയാകണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാ. പോട്ടേന്ന് കരുതി വിട്ടതാ. ചെന്നടത്ത് അടങ്ങിയിരിക്കുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും കയറി ഇടപെടും. എന്നിട്ട് ഓരോ പ്രശ്നങ്ങളായി കൊണ്ടുവന്ന് വെച്ചോളൂ. മോം നമ്മളെല്ലാം പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നത് മേഘനടുത്തെയാണെന്നാണോ മോം പറയുന്നത്? പിന്നല്ലാണ്ട് എന്താടാ വിവേക്? മേഘന ആ കോറിയുടെ അടുത്തേക്ക് പോവാതിരുന്നിരുന്നെങ്കിൽ ഇപ്പോ നമുക്ക് ഹോസ്പിറ്റലിന്റെ വാതിക്ക് നിൽക്കേണ്ട ഗതികേട് ഉണ്ടാവുമായിരുന്നോ? പ്രിയമതേ, മതി, നിർത്തിക്കോ. ആ കോറിയിൽ വെച്ച് മിഥുന് നേരെ വന്ന അപകടം സ്വയം ഏറ്റെടുത്താണ് ഇപ്പൊ മേഘന ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ മേഘനയ്ക്ക് ഒരു മിഥുനോടെ കിടക്കേണ്ടി വന്നേനെ. മിഥുനെ രക്ഷിക്കാൻ അവൾ അവളുടെ ജീവൻ പണയം വെച്ചതാ. അവൾ അവിടെ ചെന്നതുകൊണ്ടാ എനിക്ക് എന്റെ മോനെ എന്ന് തിരിച്ചു കിട്ടിയത്. അതാരും മറക്കാതിരുന്നാ നന്ന്. ഒന്ന് നിർത്തോ ജയേട്ടാ. ഇപ്പോഴും ആ അന്ധവിശ്വാസം കൈപ്പിടിച്ചോണ്ട് നടക്കുകയാണോ? ആ ഭാർഗവ പണിക്കർ എന്തോ പറഞ്ഞോന്നും വെച്ച്. അല്ല പ്രിയമതേ, യഥാർത്ഥത്തിൽ മേഘനെ എന്തിന് കണ്ടെത്തിയെന്നും മിഥുനെ കൊണ്ട് എന്തിന് കല്യാണം കഴിപ്പിച്ചെന്നുള്ള സത്യം നീയാണ് മറക്കുന്നത്. മിഥുന്റെ ജാതകത്തിലെ ദോഷങ്ങൾ അവന്റെ ജീവൻ അപകടമാകുമെന്ന് അറിഞ്ഞപ്പോ അവനെ രക്ഷിക്കാൻ വേണ്ടി അവളെ കൊണ്ടുവന്നത്. അവളുടെ ജാതകത്തിന് മാത്രമേ അവനെ രക്ഷിക്കാൻ കഴിയൂ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവളെ വെച്ച് വില പേശുന്നു. പ്ലീസ് ജയേട്ടാ, മേഘന കാരണമാണ് മിഥുൻ അപകടം ഉണ്ടാവുന്നതെന്ന് ഓരോ പ്രാവശ്യവും തെളിഞ്ഞോണ്ടിരിക്കുകയല്ലേ. ഇന്ന് മേഘന ആ ക്വാറിയുടെ അടുത്തേക്ക് പോവാതിരുന്നിരുന്നെങ്കിൽ മിഥുൻ ഇന്നിങ്ങനെ ഒരു അപകടം പോലും ഉണ്ടാവില്ലായിരുന്നു. ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ ആ സാഹസത്തിന് മുതിർന്നുകൊണ്ടാ ഇന്നും മരണത്തിന്റെ പടിവാതിക്കൽ അവൾ ഇങ്ങനെ കിടക്കുന്നത്. ആ അവളെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞ പാവം കിട്ടും. മേഘന മിഥുന്റെ ജീവിതത്തിലേക്ക് വന്ന ക്ഷണം മുതൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്ക്. മിഥുൻ അപകടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ മറ്റാർക്കും അവനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഓരോ വട്ടവും മേഘന മാത്രമാണ് അവളുടെ ജീവൻ പണയം വെച്ച് മിഥുനെ രക്ഷിച്ചത്. മേഘന കൂടെ ഉള്ളിടത്തോളം കാലം മാത്രമേ ആ രക്ഷാകവചം അവന് കിട്ടത്തുള്ളൂ. സത്യത്തെ അംഗീകരിക്കാനുള്ള മനസ്സ് വേണം, അല്ലാണ്ട് മിഥ്യയെ സത്യമാക്കാൻ നോക്കരുത്. ഇവിടെയുള്ളവരുടെ കണ്ണുകൾക്ക് സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ചേച്ചിക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ എന്തിനുണ്ടാവണം? ചേച്ചി കാരണമാണ് മിഥുനേട്ടന്റെ അപകടം മാറിപ്പോയതെന്ന് എല്ലാവരുടെയും മനസ്സിലറിയാം. മിഥുനേട്ടന് വേണ്ടി ജീവൻ രക്ഷിക്കാൻ മേഘനേച്ചി തയ്യാറായത് നിങ്ങൾക്കറിയാം. പക്ഷെ എന്റെ ചേച്ചിയുടെ ഈ ത്യാഗങ്ങൾ നിങ്ങൾക്ക് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിച്ച് ഇന്ന് എന്റെ ചേച്ചി അവിടെ മരണക്കിടയ്ക്ക് പോരാടുക. അപ്പുറം പുറത്തു നിന്ന് എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറയുന്നത്? വിശാലമായ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സെത്ര ശുഷ്കിച്ചതാ. എന്ത് തോന്നിയ സടി പറയുന്നേ? സൂക്ഷിച്ച വാക്കുകൾ ഉപയോഗിച്ചോ. കുറെ കാലായി നിന്റെ നാവിന് നീളം കൂടാൻ തുടങ്ങിയിട്ട്. ആരോട് എങ്ങനെ സംസാരിക്കണമെന്നല്ല തിരിച്ചറിവ് എനിക്കും എന്റെ ചേച്ചിക്കും ധാരാളം ഉണ്ട്. എന്റെ ചേച്ചിക്ക് ആ അറിവുള്ളത് കൊണ്ട് മാത്രമാ നിന്റെ മറ്റൊരു കറുത്ത മുഖം ഇവിടെ ആരും കാണാത്തത്. നിന്റെ വെളച്ചിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് എന്റെ ചേച്ചിക്ക് നല്ലപോലെ അറിയാം. ഒരു വട്ടം എന്റെ ചേച്ചി വാ തുറന്ന സത്യങ്ങളെല്ലാം പറഞ്ഞ